മാതാവിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ആൾക്കാർ വീഡിയോ കളിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഈ ഫോണിൽ ഞാനിത് ആദ്യമായിട്ട് കണ്ട് അപ്പം ഞാനും ഇത് കണ്ട് ചിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, എന്നാലും അങ്ങനെ വരുമോ, രണ്ട് മനസ്സായിട്ട് ഞാൻ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് എറണാകുളത്ത് കാക്കനാട്. ഞാൻ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു 5-6 കൊല്ലമായിട്ട് അവിടെ തന്നെ. അപ്പം ഞാൻ അവിടെ ഒരു PGയിലാണ് താമസിക്കുന്ന ഒരു ആൻറ്റിയുടെ കൂടെ. ആ ഒരു PGയിൽ എൻ്റെ റൂമിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ആലപ്പുഴക്കാരി ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ, ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ട് വന്നപ്പോൾ ഈ ചേച്ചിയുടെ കയ്യിൽ ഇവിടുത്തെ ഉടമ്പടിയും ഇവിടുത്തെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നു. അന്നേരം ഇപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് എന്നതാ? അപ്പം ഞാൻ ഓടിപ്പോയി ഇത് എടുക്കാനായിട്ടാണ് ചെന്നത്. എടുക്കാൻ ചെന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ അതിൽ നീ തൊടല്ലേ, അത് ഇങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ ചോദിച്ചു അതെന്നാ, എന്തോ സംഭവം എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ട്രോളി കാണാറുണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ട്രോളിലല്ല, അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഈ പുസ്തകമൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് ഞാനത് അവിടെ വിട്ട് കഴിഞ്ഞേച്ച് പിന്നെ എൻ്റെ അമ്മ അതുപോലെ എൻ്റെ ആൻറ്റി ഇവരൊക്കെ എനിക്ക് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിലും അല്ലാണ്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട്, എൻ്റെ അമ്മ അയച്ചു തന്നിട്ട് എന്നോട് പറയും നീ ഇത് കാണേ എന്ന് പറയും. മകൾ തുടക്കത്തിൽ പറഞ്ഞത് ഏതോ ഒരു ട്രോള് കണ്ട് കൃപാസനത്തിൽ വന്നെന്നുള്ള ഒരു പക്ഷേ അത് ട്രോൾ ഉണ്ടാക്കിയവർക്ക് ചിലപ്പോൾ നന്ദി പറയേണ്ട ഒരു സാഹചര്യം പല സാക്ഷ്യങ്ങളേക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഒരു പരിഹാസത്തിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ കർത്താവിനെ കുറിച്ചും പറയണ തന്നെ, കർത്താവിനെ അവസാനം കുരിശുമരണത്തെ കുരിശ് കിടന്നിട്ട് പോലും പരിഹസിച്ചു എന്നുള്ളതാണ്. കർത്താവിനെ കുറിച്ച് പറയണത് അത്ഭുതം നടത്താൻ പോയപ്പോൾ അവിടെ കൂടെ ഇപ്പോൾ പരിഹാസം ഈ സുവിശേഷത്തിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ആരംഭത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഇത്രയും പേരുടെ മുൻപിൽ ഇത്രയും വലിയൊരു ദൈവാനുഭവം പറയാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുണ്ടെങ്കിൽ അത് വ്യക്തമാണ്. അപ്പം ഈ ഒരു കുടുംബത്തിനോട് ഇപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ സുവിശേഷം പറഞ്ഞാൽ ഇനി നമ്മളാരും വിശ്വസിച്ചില്ലെങ്കിൽ ഈ കുടുംബം അല്ലെങ്കിൽ ഈ വ്യക്തി വിശ്വസിക്കും. കാരണം വ്യക്തമായിട്ട് ജീവിതത്തിൽ അനുഭവം ലഭിക്കുന്നത് വരെ ഈ ദൈവവും വിശ്വാസവും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഒരു പക്ഷേ പരിഹസിക്കുവാനും വിശ്വസിക്കാൻ പറ്റാത്ത യുക്തിയില്ലാത്ത കുറേ പറയുന്നവർ കുറേ കാര്യങ്ങൾ. അപ്പം ഇത് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ ശക്തമായിട്ട് പ്രാർത്ഥനയോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും വലിയൊരു സാക്ഷ്യം ഇവിടെ നിന്ന് കേൾക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി. അപ്പോൾ ഈ ഒരു സാക്ഷ്യം അതും രണ്ടും ചെറുപ്പക്കാരായിട്ടുള്ളവരാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം ഒരു വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും ഒരു മാറ്റവും കുറവുണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടുപേരും അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനപ്പുറം, ഇപ്പം ഞങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞതിനപ്പുറം വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സാക്ഷ്യത്തെ പ്രതിയും ദൈവം മരണത്തിനും ഉത്ഥാനത്തിനും മുകളിലുള്ള നാഥനാണെന്ന് ഈ ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുവാനായിട്ട് നൽകി ഈ സാക്ഷ്യത്തിനും പ്രതിയും ഒപ്പം ദൈവം കടത്തിവിട്ട എല്ലാ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.